ഹലോ ഹായ് എല്ലാവർക്കും സമൂസ ഇഷ്ടമല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സമൂസയാണ്. അപ്പോൾ സമൂസക്ക് വേണ്ടി നമ്മൾ അതിനുള്ള മസാല തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്ത് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ചെറുതായി അരിഞ്ഞ വെള്ളുള്ളിയും ഇഞ്ചിയും ഒന്നിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. അതിൻ്റെ ആ പച്ചമണമൊക്കെ പോയി വന്ന ശേഷം നമുക്ക് അതിലോട്ട് ചെറുതായി അരിഞ്ഞ ഗ്രീൻ ചില്ലി കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കൂ. ഇനി അതിലോട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ച ഉള്ളി കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇതിന്റെ ഉള്ളി നല്ലോണം വാടി കിട്ടേണ്ടതുകൊണ്ട് ഇതൊന്ന് അടച്ചു വെച്ചെടുക്കാം. ഞാനിവിടെ സമൂസക്ക് വേണ്ട ചിക്കൻ പൊരിച്ച് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളി അത്യാവശ്യം നല്ലോണം വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വലിയ ജീരകപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് നല്ല മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കൻ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് മല്ലിച്ചപ്പ് കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ സമൂസക്ക് വേണ്ട മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാ കുഴക്കണ പോലെയാണ് ഞാനിപ്പോൾ കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഇത് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം. ഇതാണ്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് പരത്തുമ്പം കുറച്ച് അരിപ്പൊടി ഇട്ടെടുത്താൽ മതി, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് 2 ആക്കി മുറിച്ചെടുക്കണം. ഇതുപോലെ ആക്കിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളത് കൂടി ചെയ്തെടുക്കാം.
മുഴുവനായിട്ട് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുത്ത് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കിയ ശേഷം നമുക്ക് ഇത് പൊരിച്ചെടുക്കണം. ഞാനിപ്പം ഒരു ചീനച്ചട്ടിയാണ് എടുത്തത്. ദാണ്ട് ഇതുപോലെ നല്ലോണം ചമന്ന് നല്ലോണം പൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇതെടുത്ത് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളത് കൂടി പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി സമൂസ ആണ്. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം നമ്മുടെ ക്രിസ്പി ആൻഡ് ടേസ്റ്റി സമോസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ തൊടാൻ മറക്കണ്ട കേട്ടോ.